ഫിനാൻഷ്യൽ മാനേജ്മെൻറ്റ് എന്ന് പറയുന്ന സബ്ജക്റ്റിലെ ക്യാപിറ്റൽ ബജറ്റിംഗ് എന്ന് പറയുന്ന ചാപ്റ്ററിലെ പേ ബാക്ക് പീരീഡ് എന്ന് പറയുന്ന മെത്തേഡുമായിട്ട് ബന്ധപ്പെട്ട ഒരു പ്രോബ്ലമാണ് ഇന്നത്തെ ക്ലാസ്സിലൂടെ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് നേരിട്ട് ക്ലാസ്സിലേക്ക് പോകാം. പേ ബാക്ക് പീരീഡ് മെയിൻലി രണ്ട് രൂപത്തിലാണ് വരുന്നത്. അതായത് വെൻ ആനുവൽ ക്യാഷ് ഇൻഫ്ലോസ് ആർ ഈക്വൽ, ആനുവൽ ക്യാഷ് ഇൻഫ്ലോസ് ആർ ഈക്വൽ ആകുന്ന കേസും വരും, അൺഈക്വൽ ആകുന്ന കേസും വരും. ഈക്വൽ ആകുന്ന കേസിലാണെങ്കിൽ പേ ബാക്ക് പീരീഡ് കാൽക്കുലേറ്റ് ചെയ്യാനുള്ള ഇക്വേഷൻ എന്താണ്? I/C ആണ്. I എന്ന് പറഞ്ഞാൽ ഇനീഷ്യൽ ഇൻവെസ്റ്റ്മെൻറ്റ്, C എന്ന് പറയുന്നത് എന്താണ്? ക്യാഷ് ഇൻഫ്ലോസ് ആണ്. ജസ്റ്റ് ഇവിടെ നമുക്കൊരു ക്വസ്റ്റ്യൻ നോക്കാം. എ പ്രൊജക്റ്റ് ഇൻവോൾവ്സ് ക്യാഷ് ഔട്ട്ഫ്ലോ ഓഫ് 5 lakh എന്ന് പറഞ്ഞാൽ ഇനീഷ്യൽ ഇൻവെസ്റ്റ്മെൻറ്റ് എത്രയാണ്? 5 lakh ആണ്. ആൻഡ് ജനറേറ്റ് ക്യാഷ് ഇൻഫ്ലോസ് ഓഫ് ₹1 lakh ആനുവലി ഫോർ 7 years. കാൽക്കുലേറ്റ് പേ ബാക്ക് പീരീഡ്. അപ്പോൾ ഇവിടെ ക്യാഷ് ഇൻഫ്ലോ 1 lakh ആണ്, അതേപോലെ ഇനീഷ്യൽ ഇൻവെസ്റ്റ്മെൻറ്റ് 5 lakh ആണ്. അപ്പോൾ ഇവിടെ ഇക്വേഷൻ എന്താണ് നമ്മൾ പറഞ്ഞത്? I/C ആണ്. ഇനീഷ്യൽ ഇൻവെസ്റ്റ്മെൻറ്റ് എത്രയാണ്? 5 lakh ആണ്. ക്യാഷ് ഇൻഫ്ലോ 1 lakh ആണ്. അപ്പോൾ 5 years എന്ന് കിട്ടും. 5/1 എന്ന് പറഞ്ഞാൽ 5 years നമുക്ക് എന്ത് കിട്ടും? ആൻസർ പേ ബാക്ക് പീരീഡ് കിട്ടും. ഇനി രണ്ടാമത്തെ രൂപം വരുന്നത് എന്താണ്? ആനുവൽ ക്യാഷ് ഇൻഫ്ലോസ് ആർ അൺഈക്വൽ ആണ്. ആനുവൽ ക്യാഷ് ഇൻഫ്ലോസ് ആർ അൺഈക്വൽ ആണെങ്കിൽ, അതായത് ക്യാഷ് ഇൻഫ്ലോസ് ഈക്വൽ അല്ലെങ്കിൽ പേ ബാക്ക് പീരീഡ് കാണാനുള്ള ഇക്വേഷൻ എന്താണ്? E+B/C ആണ്. E+B/C. ഓക്കെ, എങ്ങനെയാണ് ഇക്വേഷൻ വരുന്നത് എന്നുള്ളത് ജസ്റ്റ് നമുക്ക് നോക്കാം. ഒരു ക്വസ്റ്റ്യൻ ബേസ് ചെയ്തുകൊണ്ട് ക്വസ്റ്റ്യൻ ഇതാണ് തന്നിട്ടുള്ളത്. ദി കോസ്റ്റ് ഓഫ് ദി പ്രൊജക്റ്റ് ഈസ് 1 lakh. ഓക്കെ, ഇവിടെ കോസ്റ്റ് ഓഫ് ദി പ്രൊജക്റ്റ് എത്രയാണ്? I എന്ന് പറയുന്നത് കോസ്റ്റ് ഓഫ് ദി പ്രൊജക്റ്റ് 1 lakh ആണ്. ആൻഡ് ദി ക്യാഷ് ഇൻഫ്ലോസ് ആർ ഫസ്റ്റ് ഇയർ 10,000, സെക്കൻഡ് ഇയർ 15,000, തേർഡ് ഇയർ 25,000, ഫോർത്ത് ഇയർ 30,000 ആൻഡ് ഫിഫ്ത്ത് ഇയർ 30,000. ഓക്കെ, അപ്പോൾ ഇവിടെ ക്വസ്റ്റ്യനിൽ പ്രോബ്ലം നമ്മൾ വർക്കൗട്ട് ചെയ്യാനായിട്ട് ജസ്റ്റ് നിങ്ങൾ ഇതേപോലെ രണ്ട് കോളംസ് ആയിട്ടൊന്ന് വരയ്ക്കുക. ക്യാഷ് ഇൻഫ്ലോസും രണ്ടാമത്തെ ക്യുമുലേറ്റീവും. ക്യാഷ് ഇൻഫ്ലോ 10,000, 15,000, 25,000, 30,000, 30,000 ഇത്രയുമാണ് തന്നത്. ക്യുമുലേറ്റീവ് എന്ന് പറയുന്നത് ഇവിടെ നമ്മൾ ഒന്നാമത്തേൽ ക്യുമുലേറ്റീവ് എന്ന് പറയുന്നത് 10,000 തന്നെ, രണ്ടാമത്തേൽ 15,000, 10,000ൻ്റെ കൂടെ 15,000 ആഡ് ചെയ്യുന്നു, അപ്പോൾ 25,000 കിട്ടും. അടുത്ത ഈ 25,000ൻ്റെ കൂടെ ഈ 25,000 ആഡ് ചെയ്യുന്നു, അപ്പോൾ 50,000 കിട്ടും. നെക്സ്റ്റ് അതിൻ്റെ കൂടെ 30,000 ആഡ് ചെയ്യുന്നു, അപ്പോൾ 80,000. ദെൻ അതിൻ്റെ കൂടെ 30,000, 1,10,000 എന്ന് കിട്ടും. ഓക്കെ, അപ്പോൾ ഇവിടെ E+B/C ആണ്. E എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ഇനീഷ്യൽ ഇൻവെസ്റ്റ്മെൻറ്റ് എത്രയായിരുന്നു? 1 lakh ആയിരുന്നു. ഈ 1 lakh നമുക്ക് റിക്കവർ ആകാൻ എടുക്കുന്നതിൻ്റെ തൊട്ട് മുമ്പുള്ള ടൈമാണ് ഉദ്ദേശിക്കുന്നത്, 4ാമത്തെ കൊല്ലമാണ്. അപ്പോൾ ഇവിടെ E എന്ന് പറയുന്നത് എന്താണ്? 4 ആണ്. റിക്കവറി ചെയ്യുന്നതിൻ്റെ തൊട്ട് മുമ്പുള്ള ഇമ്മീഡിയറ്റ് പ്രീവിയസ് പീരീഡിനെയാണ് നമ്മളെന്ത് പറയുന്നത്? ഇവിടെ E എന്ന് പറയുന്നത്. ഇനി E+B/C ആണ്. B എന്ന് പറഞ്ഞാൽ ഇവിടെ എത്ര ബാലൻസ് നമുക്കിനി റിക്കവർ ചെയ്യാനുണ്ട്? 1,00,000 ഇനി എത്ര ഉണ്ടാവും? 20,000 റിക്കവറി ചെയ്യാനുണ്ട്. ഇനി C എന്ന് പറയുന്നത് ക്യാഷ് ഇൻഫ്ലോ 30,000 ആണ്. എന്ന് പറഞ്ഞാൽ ഇവിടെ 4.66 years എന്ന് വരും. എന്ന് പറഞ്ഞാൽ 4 years ആൻഡ് 8 months എന്നുള്ള രൂപത്തിൽ വരും. 8 months എന്ന് കിട്ടുന്ന 0.66 × 12 കണ്ടു കഴിഞ്ഞാൽ 8 months എന്നുള്ള രൂപത്തിൽ കിട്ടും. ഇപ്പോൾ 4.66 years എന്നുള്ള രൂപത്തിൽ നമുക്ക് എന്ത് കിട്ടും? ഇവിടെ പേ ബാക്ക് പീരീഡ് കിട്ടും. അപ്പോൾ ഇത്തരത്തിലാണ് പേ ബാക്ക് പീരീഡ് കാൽക്കുലേഷൻസ് വരുന്നത്. ജസ്റ്റ് നിങ്ങൾ വർക്കൗട്ട് ചെയ്ത് നോക്കുക. വീണ്ടും പുതിയൊരു ക്ലാസ്സുമായി നമുക്ക് കാണാം. താങ്ക് യു.